രാമചരിതത്തിലെ 7-ാമത്തെ പാട്ടാണ് അടുത്തത്. 7-ാമത്തെ പാട്ടിൽ ഒട്ടുമിക്ക ദേവന്മാരോടും തനിക്ക് എഴുതുവാൻ അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് നാം കാണുന്നത്. നമുക്ക് നോക്കാം. ഇടഞ്ഞു താനവരെ വേരറ മുടിക്കും അടൽ വമ്പിലകും ഇന്ദിരനും അങ്കിനമനും നിരുതിയും കുടില വാരിപതി വായു അളകേജൻ അരനും കുളിർ നിലാമതി വെയോനും ഉരകാധിപതിയും വടിവു ചേരവനിമാതും അയനും വിണ്ണവരും മയിടനാജിനിയും മുക്കണ്ണൻ കനൽ കണ്ണിലെഴും കൊടിയ പൈരവിയും ആനനങ്ങൾ 6 കുചുമവാണനും എനിക്ക് തുണയാക ഇതിനെ. ഇതാണ് ഇടഞ്ഞു. ഇടഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാടി. താനവർ എന്ന് പറഞ്ഞാൽ ഏത് രൂപം തന്നെയാണ്? ദാനവരാണ് അല്ലേ? ദാനവരാണ് താനവരായി മാറിയത്. ദാനവർ എന്ന് പറഞ്ഞാൽ അസുരന്മാർ എന്നർത്ഥം. അസുരന്മാർ. ഇടഞ്ഞു താനവരെ വേരറ മുടിക്കും അടൽ വമ്പിലകും ഇന്ദിരനും അങ്കി നമന നിരുതി. അതായത് മിക്കവാറും എല്ലാ ദേവന്മാരും ഇവിടെ വരുന്നുണ്ട്. ഇടഞ്ഞു താനവരെ. താനവരെന്ന് പറഞ്ഞാൽ ദാനവരെ, അസുരന്മാരെ. വേരറ എന്ന് പറഞ്ഞാലോ വേരറ്റു പോകുന്നതുപോലെ മുടിക്കും, നശിപ്പിക്കും. അതായത് യുദ്ധത്തിൽ പോരാടി അസുരന്മാരെ വേരോടെ നശിപ്പിക്കാൻ ശേഷിയുള്ള വമ്പിലകും. അടൽ വമ്പിലകും എന്ന് പറഞ്ഞാൽ യുദ്ധപ്രാവീണ്യമുള്ള. അടൽ എന്ന് പറഞ്ഞാൽ യുദ്ധപ്രാവീണ്യമുള്ള ഇന്ദിരൻ. ഇന്ദിരൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ് ഇന്ദിരൻ എന്നിങ്ങനെ ഒരുമാതിരി ആര്യച്ചിദേവ് വന്നതുപോലെ വരുന്നത്. ഇന്ദിരനും അങ്കി എന്ന് പറഞ്ഞാൽ അഗ്നി. നമൻ എന്ന് പറഞ്ഞാൽ യമൻ. പിന്നെ ആരാ? നിരുതി. കുടില വാരിപതി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അധിപതി. അതായത് അഷ്ടദിക്പാലകന്മാരും എല്ലാവരും വരുന്നുണ്ട് ഇതിനകത്ത്. കുടില വാരിപതി. വാരി എന്ന് പറഞ്ഞാൽ വെള്ളം. വാരിപതി വെള്ളത്തിൻ്റെ അധിപതി വരുണനും. വായു എന്ന് പറഞ്ഞാൽ വായു ഭഗവാൻ തന്നെ അല്ലേ? പിന്നെയോ അളകേജൻ എന്ന് പറഞ്ഞാൽ അളകാപുരിയുടെ അധിപനാരാ? കുബേരനാണ് കേട്ടോ. അളകേജൻ എന്ന് പറഞ്ഞാൽ അളകാപുരിയുടെ അധിപനായിട്ടുള്ള കുബേരനും. അരൻ എന്ന് പറഞ്ഞാൽ ഹരൻ, ശിവനും. കുളിർ നിലാമതി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ സാക്ഷാൽ ചന്ദ്രനും. കുളിർ നിലാമതി അല്ലേ? ശീതകിരണങ്ങളെ നമുക്ക് നൽകുന്നവനായിട്ടുള്ളവൻ. മതി എന്ന് മാത്രം പറഞ്ഞാൽ ചന്ദ്രൻ എന്നർത്ഥം തന്നെയാണ്. കുളിർ നിലാമതി കിരണങ്ങളെ നമുക്ക് നൽകുന്നവൻ, അതാണ് ചന്ദ്രൻ. വെയ്യോൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. ഉരകാധിപതി. ഉരകം എന്ന് പറഞ്ഞാൽ ഉരകമാണ്. ഉരകാധിപതി എന്ന് പറഞ്ഞാൽ ഉരകങ്ങളുടെ അധിപതി, സർപ്പരാജൻ എന്നർത്ഥം. ഉരകാധിപതി അതായത് അനന്തനും. വടിവു അവനിമാത്. അവനി എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് എത്ര പര്യായങ്ങളുണ്ടല്ലേ? ഭൂമി, അജലാനന്ദ, വിശ്വംഭര, സ്ഥിരാധര, ധരിത്രി, ധരണി, ക്ഷോണി, കാശിവി, ക്ഷിതി, അതിനകത്തൊക്കെ വരും ഈ അവനിയുമൊക്കെ കേട്ടോ. അവനിമാതെന്ന് പറഞ്ഞാൽ ഭൂമി ദേവിയും. അയൻ എന്ന് പറഞ്ഞാൽ അജൻ, ബ്രഹ്മാവ്. അജൻ അഥവാ ബ്രഹ്മാവ്. വിണ്ണവരെന്ന് പറഞ്ഞാൽ വിണ്ണിൻ്റെ അധിപന്മാർ, ദേവന്മാരും. മയിടനാജിനി എന്ന് പറഞ്ഞാൽ മഹിഷാസുരമർദ്ദിനി. മഹാകാളി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അത് തന്നെ. മഹിഷാസുരമർദ്ദിനിയും. മുക്കണ്ണൻ കനൽ കണ്ണിലെഴും കൊടിയ പൈരവിയും. മുക്കണ്ണൻ ആരാ? സാക്ഷാൽ പരമശിവൻ്റെ കണ്ണിൽ നിന്നും, തീക്കണ്ണിൽ നിന്നും ജനിച്ചു വീണ പൈരവി അഥവാ ഭൈരവിയും.
ആനനങ്ങൾ ആറുള്ളവൻ ഷൺമുഖൻ, ആറുമുഖമുള്ളവൻ, അറുമുഖൻ എന്നൊക്കെ പറഞ്ഞാൽ സുബ്രഹ്മണ്യനും. കുചുമവാണൻ, കുചുമം മീൻസ് കുസുമം, വാണൻ ബാണൻ, കുസുമബാണൻ. പൂവമ്പൻ എന്ന് പറഞ്ഞാൽ കാമദേവനും. എനിക്ക് തുണയാകയിതിനെ, എൻ്റെ ഈ കർത്തവ്യത്തിന് തുണയായി കൂടെയുണ്ടാകണം. ഏതാ കർത്തവ്യം? നിശാചരവീരൻ്റെ 10 തലയും അറുത്ത മനുവീരൻ്റെ കഥ രചിക്കുകയാണ് കവി. അപ്രകാരം ചെയ്യുമ്പോൾ പറഞ്ഞില്ലേ, ലക്ഷ്മി ദേവി കടക്കൺമുന കൊണ്ട് എന്നെ നോക്കണമേ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവണം. പിന്നെ പല ദേവന്മാരെക്കുറിച്ചും സ്തുതിച്ചു കഴിഞ്ഞു. ഇനിയും ഒറ്റയടിക്ക് കുറച്ച് ദേവന്മാരോട് ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്, എല്ലാവരുടെയും അനുഗ്രഹം എനിക്കുണ്ടാവണമേ എന്ന്. ഒന്നുകൂടി വായിക്കാം. ഇടഞ്ഞു മീൻസ് പോരാടി. താനവരെന്ന് പറഞ്ഞാൽ ദാനവർ എന്ന് പറഞ്ഞാൽ അസുരന്മാർ. ഇടഞ്ഞു താനവരെ വേരറ മുടിക്കുക, വേരോടെ പിഴുതില്ലാതാക്കുക എന്ന് പറയുമല്ലോ, മൂടോടെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അതായത് യുദ്ധത്തിൽ ദാനവന്മാരെ ഒന്നുകൂടെ ഇല്ലാതെയാക്കുവാൻ അടൽ വമ്പിലകും അല്ലേ എന്ന് പറഞ്ഞാൽ യുദ്ധപ്രാവീണ്യമുള്ള ഇന്ദ്രനും അഗ്നിയും യമനും നിരുതി എന്ന് പറയുന്നതിനെ നിരുതിയെ, കുടിലവാരിപതി വരുണനും വായു ഭഗവാനും അളകേശൻ അളകാപുരിയുടെ അധിപനായ കുബേരനും അരൻ ശിവനും കുളിർനിലാമതി ചന്ദ്രനും വെയ്യോൻ സൂര്യനും ഉരകാധിപതി അനന്തനും വടിവുചേര അവനിമാതും ഭൂമിദേവിയും അയനും അജൻ ബ്രഹ്മാവും വിണ്ണവരും ദേവന്മാരും മഹിഷാസുരമർദിനി മൈഡനാജിനി മഹിഷാസുരമർദിനിയും മുക്കണ്ണൻ കനൽ കണ്ണിലെഴും കൊടിയ ഭൈരവിയും ആനനങ്ങൾ ആറുള്ളവൻ ഷൺമുഖനും കുചുമവാണൻ കുസുമബാണൻ കാമദേവനും എനിക്ക് തുണയാകയിതിനെ, തുണ ഏകി എന്നോടൊപ്പം ഉണ്ടാവണമേ, എനിക്ക് സഹായമായി വർത്തിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് അർത്ഥം. ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ രാമചരിതം വളരെ സിമ്പിളാണ്, വായിച്ചാൽ നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. വായിച്ചെടുക്കാനേ ആദ്യം പ്രയാസമുള്ളൂ, നന്നായി ചേർത്ത് വായിക്കാൻ പഠിക്കുക കേട്ടോ.